റോമർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം 24-ാം വാക്യം. അവൻ്റെ കൃപയാൽ ക്രിസ്തു യേശുവിങ്കലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്രയേ നീതീകരിക്കപ്പെടുന്നത്. മനുഷ്യൻ്റെ വീണ്ടെടുപ്പ് ബൈബിളിൽ ഏറ്റവും പ്രധാന വിഷയമാണ്. ലോകത്തിലെ മിക്കവാറും എല്ലാ മതങ്ങളുടെയും ആരംഭവും വളർച്ചയും മനുഷ്യൻ്റെ പാപത്തിനുള്ള പരിഹാര മാർഗത്തിലൂന്നിയുള്ളതാണ്. ഭൂമിയിലെ മറ്റ് ജീവികൾക്കൊന്നുമില്ലാത്ത ഒരു ചിന്ത മനുഷ്യനെ മാത്രം ഭരിക്കുന്നു. അത് മരണത്തിന് ശേഷം എന്ത് സംഭവിക്കും എന്നതാണ്. മരണത്തിനപ്പുറം ഈ ഭൂമിയിലെ പ്രവൃത്തികൾക്ക് തക്ക പ്രതിഫലം കിട്ടുമെന്ന ചിന്ത ഭൂരിഭാഗം മതങ്ങളും പങ്കിടുന്നു. തെറ്റിന് അഥവാ പാപത്തിന് ശിക്ഷ ലഭിക്കുമെന്ന് അവ പഠിപ്പിക്കുമ്പോൾ ആ ശിക്ഷ ഇല്ലാതാക്കാൻ എന്ത് ചെയ്യണമെന്ന ചോദ്യം ഉയർത്തുകയും ചെയ്യുന്നു. അതിന് പരിഹാരമായി കൽപ്പിക്കുന്നത് പലവിധ സൽപ്രവൃത്തികൾ, യാഗങ്ങൾ, നേർച്ചകൾ എന്നിങ്ങനെ കർമ്മങ്ങൾ അനുഷ്ഠിക്കുക എന്നാണ്. എന്നാൽ മനുഷ്യചരിത്രത്തിൽ ആദ്യമായി കർമ്മങ്ങൾക്കൊന്നും പാപത്തിന് പരിഹാരം വരുത്താൻ കഴിയുകയില്ലെന്നും പാപത്തിൻ്റെ ശമ്പളം മരണമാണെന്നും അതിൽ നിന്ന് രക്ഷ പ്രാപിക്കാൻ വിശ്വാസമാർഗം സ്വീകരിക്കുക എന്ന ഒറ്റ വഴിയേ ഉള്ളെന്നും പഠിപ്പിച്ചത് യേശുക്രിസ്തുവും അപ്പോസ്തലന്മാരുമാണ്. മനുഷ്യൻ്റെ കർമ്മങ്ങൾക്കൊന്നും അവൻ്റെ പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് രക്ഷിക്കാൻ കഴിയില്ലെങ്കിലും ദൈവം മനുഷ്യനായി ഭൂമിയിൽ വെളിപ്പെട്ട് മനുഷ്യൻ്റെ പാപത്തിൻ്റെ ശിക്ഷയായ മരണം സ്വയം സ്വീകരിച്ച് പാപത്തിന് പരിഹാരം വരുത്തിയെന്നും ക്രിസ്ത്യാനിത്വം ലോകത്തിന് വിളംബരം ചെയ്തു. എത്ര പണം മുടക്കിയാലും സമയം ചെലവിട്ടാലും പരിഹരിക്കാൻ കഴിയാത്ത പാപത്തിന് യേശുക്രിസ്തുവിലെ വിശ്വാസം മൂലം സൗജന്യമായി പരിഹാരം വരുന്നു എന്ന് സുവിശേഷിച്ചു. ഇത് മാത്രമാണ് മനുഷ്യന് രക്ഷ പ്രാപിക്കാനുള്ള ഏക മാർഗവും. ഈ സൗജന്യമായ നീതീകരണം ദൈവം മനുഷ്യന് നൽകിയ കൃപയാണ്. പാപത്തിൻ്റെ ശിക്ഷ യേശു വരിച്ചതിനാൽ യേശുവിൽ വിശ്വസിക്കുന്നവനെ നീതിമാൻ എന്ന് ദൈവം വിധിക്കുന്നതിനാണ് വിശ്വാസത്താലുള്ള നീതീകരണം എന്ന് പറയുന്നത്. കൃപയാൽ നമുക്ക് സൗജന്യമായ നീതീകരണം ലഭിച്ചു എന്നത് ചെറിയ കാര്യമല്ല. ലോകം മുഴുവൻ പകരം നൽകിയാലും മതിവരാത്ത നിത്യരക്ഷയ്ക്കായുള്ള ദൈവത്തിൻ്റെ വരദാനമാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.